10ാമത് വാർഷികാഘോഷം ജൂലൈ 21-ാം തീയതി HH സ്കൂളിൽ വെച്ച് നടന്നു. രാവിലെ 9:30 പതാക ഉയർത്തി ചടങ്ങിന് തുടക്കം കുറിച്ചു. അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും സൗഹൃദങ്ങൾ പങ്കുവച്ചു. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. അതിന് ഫലം ഉണ്ടായി. വേദിയിൽ ഉപയോഗിച്ചതായിട്ടുള്ള ഏറെ പ്രിയങ്കരനായ നമ്മുടെ ഷുക്കൂർ എന്ന നജീബ് മുഹമ്മദ് എറണാകുളം ജില്ലയുടെ തന്നെ അഭിമാനമായ പ്രൊഫഷണൽ നാടക അവാർഡ് ലഭിച്ച സംസ്ഥാന അവാർഡ് ലഭിച്ച ഗിരീഷ് ദേവി, നമ്മുടെ എടവനക്കാടിന്റെ പ്രഥമ വനിത അസിന അബ്ദുസലാം, നമ്മുടെ ഈ സ്കൂളിന്റെ മാനേജർ CS റാഫി, PTA പ്രസിഡന്റ് ശ്രീ മുല്ലക്കര സക്രിയ, പ്രിൻസിപ്പൽ എഞ്ചിനീയർ ടീച്ചർ, ട്രഷറർ ഈസ, മുൻ ഹിസാബ് പ്രസിഡന്റുമാരായ പ്രൊഫസർ PK അബ്ദുൽ അസീസ്, സുരേഷ് കാവകൽ, നജീബ്, നമ്മുടെ സെക്രട്ടറി പ്രോഗ്രാം കമ്മിറ്റി കൺവീനറുമായ നാസർ, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അധ്യാപകരെ, വിദ്യാർത്ഥികൾ, അനധ്യാപകർ, നിങ്ങളുടെ എവരുടെയും കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും സംജാതമാകാൻ സർവേശ്വരനോട് സഹായം തേടുന്നു. എടവനക്കാടിന്റെ മണ്ണിൽ വളർന്ന് പന്തലിച്ച ഒരു വിജ്ഞാന വൃക്ഷമാണ് HHS എന്ന ഹിദായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ വിദ്യാലയം എടവനക്കാടിന്റെ മാത്രമല്ല, എറണാകുളം വൈപ്പിക്കയുടെ മൊത്തം സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ ഉന്നമനത്തിന് ഒരുപാട് സഹായം ചെയ്തിട്ടുള്ള വിദ്യാലയമാണ്. 1920 ജൂൺ 7-നാണ് ഈ വിദ്യാലയം സ്ഥാപിതമാകുന്നത്. അന്ന് 5 ക്ലാസ് മുറികളാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം 65-ൽ ഇത് സഭ ഏറ്റെടുക്കുകയുണ്ടായി. 66-ൽ അപ്പർ പ്രൈമറിയായി. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന CH മുഹമ്മദ് വരെയാണ് ആ അപ്പർ പ്രൈമറി ഉദ്ഘാടനം ചെയ്തത്. 79-ൽ ഹൈസ്കൂളായി. ഈ 79 എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഡോക്ടറേറ്റ് ജോലി കിട്ടിയ വർഷമാണ്. സാന്ദർഭികമായി പറഞ്ഞത് മാത്രം. ഏതൊരു വിദ്യാലയത്തിനും ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന അത്യന്താപേക്ഷിതമാണ്. വായിച്ചിട്ട് അത് വിശകലനം ചെയ്യലായിരുന്നു. അന്ന് മുതലേ നജീബിനെ അറിയാം. അതിനുശേഷം പൃഥ്വിരാജിന്റെ ആടുജീവിതം സിനിമ കണ്ടു. ഞാൻ പറയുന്നത് ഇതിലൊക്കെ ഇദ്ദേഹം അനുഭവിച്ച വേദന അതിൽ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തില് നമുക്കൊന്നും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അദ്ദേഹം അനുഭവിച്ച വേദന അത് അദ്ദേഹത്തിന്റെ സ്വന്തം. ഒരിക്കലും അത് പുറത്തേക്ക് നമുക്ക് ആവാഹിച്ചെടുക്കാൻ കഴിയില്ല. കാരണം അത്രയ്ക്കും വിഷമം ആണ് അനുഭവിച്ചത്. അത് അദ്ദേഹം പോലും പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഹലോ, നമസ്കാരം. ഇസയുടെ 10ാമത് വാർഷികത്തിലേക്ക് ഈ എറണാകുളത്ത് എടവനക്കാട് സ്കൂളിൽ വരാൻ എനിക്ക് അവസരം തന്ന ഇതിന്റെ എല്ലാ ഭാരവാഹികൾക്കും ഇവിടെ ഇരിക്കുന്ന രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. പിന്നെ ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടിക്ക് പോകുന്നത്. കാരണം ഞാൻ ഒരുപാട് സ്കൂളിലെ പരിപാടികളൊക്കെ പോയിട്ടുണ്ട്. അവിടെ എല്ലാം മറ്റുള്ള പരിപാടികളൊക്കെയാണ്. ഇപ്പോൾ നേരത്തെ ഇവിടെ പഠിച്ച സ്കൂളിലെ ഒരു പരിപാടിക്ക് ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. ഞാനൊരു പ്രാസംഗികയൊന്നും അല്ല, എങ്കിലും ഞാൻ അവിടെ അനുഭവിച്ച കാര്യങ്ങളെ കുറിച്ച് 2 വാക്ക് പറയാൻ ഈ അവസരം ഞാൻ പോകുകയാണ്. പിന്നെ ആടുജീവിതം സിനിമയായി, നോവലായി, ഇതെല്ലാം നിങ്ങളെല്ലാവരും വായിച്ച് സിനിമയെല്ലാം കണ്ട് കാണാം. ആടുജീവിതം സിനിമയ്ക്കകത്ത് പൃഥ്വിരാജ് സാർ ഇങ്ങനെ കുറച്ച് വേഷങ്ങളൊക്കെ കുറച്ച് ആളുകളുമായിട്ട് ഇങ്ങനെ പോകുന്ന തരങ്ങളുണ്ട്. പക്ഷേ
ഞാൻ അവിടെ അനുഭവിച്ച ഇതൊന്നുമല്ല. ഇതിനെക്കാട്ടി വളരെ വളരെ ഒരുപാട് മരണത്തോട് മല്ലടിച്ചുകൊണ്ടുള്ള ഒരുപാട് അനുഭവങ്ങളാണ് ഞാൻ അവിടെ അനുഭവിച്ചത്. കാരണം 2 വർഷം 4 മാസം എൻ്റെ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും ആരും അറിയാതുള്ള ജീവിതമാണ്, ഞാൻ ഒറ്റപ്പെട്ട ജീവിതമാണ് നയിച്ചത്. അല്ലാതെ പെട്ടെന്നുള്ള പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ടുപോകാൻ വന്നൊരു അല്പം താമസിച്ചു പോയി. അപ്പോൾ ഞാൻ എൻ്റെ അന്നത്തെ എൻ്റെ ഒരു മണ്ടത്തരത്തിലാണ് ഞാൻ പുറത്തിറങ്ങി ഇതുപോലെ അറബി എന്നെ കൈപോയി കാണിച്ച് ഞാൻ എൻ്റെ അന്നത്തെ അനുഭവം ഞാനങ്ങ് ചേർന്ന് അപ്പൊ പറഞ്ഞ് നീ എന്റെ ആമലാന്ന് പറഞ്ഞ എന്നെ പെട്ടെന്ന് സന്തോഷത്തോടു കൂടി അദ്ദേഹം വണ്ടിയെ കയറ്റി അന്നേരം ഒന്നും ഞാൻ ഓർക്കുന്നില്ല. അന്നേരം ഈ മരുഭൂമിയിൽ തന്നെ ഈ വണ്ടി ഓടുക. അങ്ങനെ ഒരുപാട് ഓടിയിട്ട് എത്തുന്നില്ല. അന്നേരം ഞാൻ ആലോചിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഗൾഫ് വന്നിട്ടുണ്ട്. ഇവരൊക്കെ എവിടാ ആ എയർപോർട്ട് വന്നിട്ട് അവിടെയുള്ള ആൾക്കാരെ അല്ലാതെ ഞാൻ പിന്നെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഈ മരുഭൂമിയിൽ തന്നെ ആ വണ്ടി ഓടുക. അങ്ങനെ ഓടിയാൽ കുറച്ച് ദൂരെ മണിക്കൂറുകളോ ഓടിയ മരുഭൂമികൾ. അപ്പോഴേ തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ ഏതോ വെപ്രാളമൊക്കെ തുടങ്ങുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു എത്തിപ്പിടിയും കിട്ടുന്നില്ല, മൂടുമാണ്. അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്ലാനൊക്കെ മാറി വരുന്നു. അദ്ദേഹം ആദ്യം കണ്ടതൊന്നുമല്ല അദ്ദേഹം. അങ്ങനെ ഞാൻ അന്നേരം കരയാൻ തുടങ്ങി. വണ്ടിക്കകത്തിരുന്ന് കരയുക. കരഞ്ഞ് ഒരുപാട് മണിക്കൂറുകളോ ഓടിക്കഴിഞ്ഞ് ചെല്ലുമ്പോഴെന്തോ കാണുന്ന ഒരു 10-700 ആട്, ഒരു 10-54 ഒട്ടവും, ഒരു ഭ്രാന്തനപ്പോഴത്തെ ഒരു മനുഷ്യനവിടെ നിൽക്കുന്നു. അപ്പൊ അത് കണ്ടോണ്ട് ഞാൻ തലയിൽ കഴിച്ചു കിടക്കാൻ കരഞ്ഞു. കരഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം തീർന്നു. ഇനി ഞാൻ ഒരിക്കലും രക്ഷപ്പെട്ടില്ല. എന്റെ പാസ്പോർട്ട് അവൈലബിളായിപ്പോയി. ഞാൻ അവിടെ അകത്തോട്ട് പോയി. ഇനി ആ മനുഷ്യന്റെ അവസ്ഥ എനിക്കും വരുമെന്നുള്ള ആ ഒരു ഭയം എന്റെ മനസ്സിലോട്ട് കയറി ഞാൻ തലയിൽ കഴിച്ച് കരയുക. അങ്ങനെ കരഞ്ഞ് ആടിന്റെ അവിടെ തന്നെ 2 കട്ടിലുകളെ കിടപ്പുണ്ട്. അതിന്റെ പുറത്ത് തന്നെ 2 കട്ടിൽ കിടക്കുന്നത്. അതിന്റെ അടുത്ത് ആ മനുഷ്യനവിടെ പോയി കടന്ന് ഞാനും അതിനകത്ത് കരയുക. അപ്പൊ ഇദ്ദേഹം ഓടി ഇങ്ങനെ വന്നിട്ട് കണ്ണ് ചാടുന്നുണ്ട്. അറബി തന്നെ കിടന്ന് സംസാരിക്കുന്നുണ്ട്. അന്നേരം എനിക്ക് അറബിയൊന്നും വളരെ അറിയില്ല. അദ്ദേഹം പിന്നെ ഞാനവിടെ കരഞ്ഞ് ഇരുന്നിട്ട് പാദയാത്രയായപ്പോൾ ഞാൻ മയങ്ങി അവിടെ കിടന്നിങ്ങനെ മയങ്ങി. അന്നേരം ആ പൊടിയായിട്ട് ആ കാറ്റിന് പൊടി ആ പെട്ട പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് പൊക്കെ വയ്ക്കും. അതുപോലെ പൊടി പിടിച്ച് കിടക്കുവാണ്. അങ്ങനെ കരഞ്ഞാൽ നേരം വെളുത്ത് വന്നപ്പോഴാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തുടങ്ങിപ്പോയപ്പോഴും ഈ രാധനെ പോലെ ഇരിക്കുന്ന ആളെ ഞാൻ പിന്നെ പെട്ടപാടെ കണ്ടിട്ടില്ല. ഇങ്ങോട്ട് പോയി ഇദ്ദേഹം കൊണ്ട് കളഞ്ഞു വലിയ ഒന്നും എനിക്കറിയില്ല. ഞാൻ പിന്നെ അദ്ദേഹത്തിനെ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ പിന്നെ എൻ്റെ അടുത്ത് ഞാൻ നേരം അറിയുക. ഒരു പാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞ് ആളിനെ പിഴിയാൻ പറഞ്ഞു. ഞാൻ ഈ ആളിനെ അങ്ങനെ പിഴിഞ്ഞ് നോക്കുമ്പോൾ പാല് വരുന്നില്ല. കാരണം ഞാൻ ആളിനെ കണ്ടിട്ടുള്ളൂ, ഞാൻ ആളിനെ പിഴിഞ്ഞിട്ടില്ല. അങ്ങനെ ദേഷ്യപ്പെട്ട പിന്നെ ഞാൻ പാത്രം വാങ്ങിച്ച് അദ്ദേഹം പാല് പിഴിഞ്ഞതിന് അദ്ദേഹത്തിന് കാച്ചി കുടിക്കാൻ വേണ്ടി ഉപസമായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി മാത്രമല്ല, അല്ലാതെ കുട്ടിക്കൊന്നും കൊടുക്കാനൊന്നും വേണ്ട. അങ്ങനെ കരഞ്ഞ് ഞാനിത് ഇതൊക്കെ ചെയ്യുക. എന്നെ വിളിക്കണം ദൈവത്തിനെ എൻ്റെ അള്ളാഹുവില്ല ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുക. എന്നെ ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ 2ാമത്തെ ദിവസം ഇതുപോലെ എൻ്റെ അടുത്ത് പാല് പിടിക്കാൻ പറഞ്ഞു. അപ്പൊ 2ാമത്തെ സമയത്ത് എൻ്റെ പാല് വരുന്നില്ല. അപ്പൊ എന്റെ തലയ്ക്ക് കഴിച്ചു തരണം ആദ്യമായിട്ട്. അന്നേരം എന്ത് ചെയ്യാനും കരയാനല്ലാതെ വേറെ ഒന്നും പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ അടുത്ത് പറയാനാണ് നമ്മൾ വിളിക്കുന്ന ദൈവങ്ങളെ അള്ളാഹുവിനെല്ലാം വിളിച്ചുകൊടുത്തില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 3ാമത്തെ ദിവസം ഇതുപോലെ തന്നെ കഴിയാൻ പറഞ്ഞ് ഞാൻ പിഴിഞ്ഞ് എന്തായാലും എൻ്റെ പ്രാർത്ഥനയുടെ വലുപ്പം കൊണ്ട് എന്തായാലും പാല് കൊടുത്തി. അങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതിനെ കൊണ്ടുപോകണം, തീറ്റ കൊടുക്കണം. പിന്നെ വെറും അവിടുത്തെ ആളുകളെ കുറിച്ച് ആ മരുഭൂമിയിൽ എവിടെയെങ്കിലും പോയിട്ടുള്ള ആർക്കെങ്കിലും അതിനെപ്പറ്റി അറിയാനേ പറ്റും. അല്ലാതെ നമുക്ക് ആർക്കും അതിനെപ്പറ്റി അറിയാൻ പറ്റും. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ടുപോകാൻ വന്നൊരു അല്പം താമസിച്ചു പോയി. അപ്പോൾ ഞാൻ എൻ്റെ അന്നത്തെ എൻ്റെ ഒരു മണ്ടത്തരത്തിലാണ് ഞാൻ പുറത്തിറങ്ങി ഇതുപോലെ അറബി എന്നെ കൈപോയി കാണിച്ച് ഞാൻ എൻ്റെ അന്നത്തെ അനുഭവം ഞാനങ്ങ് ചേർന്ന് അപ്പൊ പറഞ്ഞ് നീ എന്റെ ആമലാന്ന് പറഞ്ഞ എന്നെ പെട്ടെന്ന് സന്തോഷത്തോടു കൂടി അദ്ദേഹം വണ്ടിയെ കയറ്റി അന്നേരം ഒന്നും ഞാൻ ഓർക്കുന്നില്ല. അന്നേരം ഈ മരുഭൂമിയിൽ തന്നെ ഈ വണ്ടി ഓടുക. അങ്ങനെ ഒരുപാട് ഓടിയിട്ട് എത്തുന്നില്ല. അന്നേരം ഞാൻ ആലോചിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഗൾഫ് വന്നിട്ടുണ്ട്. ഇവരൊക്കെ എവിടാ ആ എയർപോർട്ട് വന്നിട്ട് അവിടെയുള്ള ആൾക്കാരെ അല്ലാതെ ഞാൻ പിന്നെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഈ
ഈ മരുഭൂമികളിൽ തന്നെ ആ വണ്ടി ഓടുക. അങ്ങനെ ഓടി ഓടി ഓടിയാൽ കുറച്ച് ദൂരെ മണിക്കൂറുകളോ ഓടിയ മരുഭൂമികൾ. അപ്പോഴേ തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ ഏതോ വെപ്രാളമൊക്കെ തുടങ്ങുവാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു എത്തിപ്പിടിയും കിട്ടുന്നില്ല, മൂടുമാണ്. അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്ലാനൊക്കെ മാറി വരുന്നത്. അത് ആദ്യം കണ്ടതൊന്നുമല്ല അദ്ദേഹം. അങ്ങനെ ഞാൻ എന്തായാലും കരയാൻ തുടങ്ങിയ വണ്ടിക്കകത്തിരുന്നതന്നെ കരയുക. കരഞ്ഞ് ഒരുപാട് ഓടി മണിക്കൂറുകളോ ഓടിക്കഴിഞ്ഞ് ചെല്ലുമ്പോഴെന്തോ കാണുന്ന ഒരു 10-700 ആട്, ഒരു 10-54 ഒട്ടവും, ഒരു ഭ്രാന്തനപ്പുറത്ത് ഒരു മനുഷ്യനവിടെ നിൽക്കുന്നു. അപ്പോൾ അത് കണ്ടോണ്ട് ഞാൻ തലയിൽ കഴിച്ച് കിടക്കണം കരഞ്ഞു. കരഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം തീർന്നു. ഇനി ഞാൻ ഒരിക്കലും രക്ഷപ്പെട്ടില്ല. എൻ്റെ പാസ്പോർട്ട് അവൈലബിളായിപ്പോയി. ഞാൻ അവിടെ അകപ്പെട്ട് പോയി. ഇനി ആ മനുഷ്യൻ്റെ അവസ്ഥ എനിക്കും വരുമെന്നുള്ള ആ ഒരു ഭയം എൻ്റെ മനസ്സിലോട്ട് കയറി ഞാൻ തലയിൽ കഴിച്ച് കരയുക. അങ്ങനെ കരഞ്ഞ് ആടിൻ്റെ അകത്ത് 2 കട്ടിലുകളെ കിടപ്പുണ്ട്. അതിൻ്റെ പുറത്ത് തന്നെ 2 കട്ടിൽ കിടക്കുന്നു. അതിനകത്ത് ആ മനുഷ്യനവിടെ പോയി കടന്ന് ഞാനും അതിനകത്ത് നിന്ന് കരയുക. അപ്പോൾ ഇദ്ദേഹം അവിടെ ഇങ്ങനെ വന്നിട്ട് കിടന്ന് ചാടുന്നുണ്ട്. അടക്കി തന്നെ കിടന്ന് സംസാരിക്കുന്നുണ്ട്. അന്നേരം എനിക്ക് അറബിയൊന്നും വളരെ അറിയില്ല. അദ്ദേഹം പിന്നെ ഞാനവിടെ കരഞ്ഞ് ഇരുന്നിട്ട് പാദയാത്രയായപ്പോൾ ഞാൻ മയങ്ങി അവിടെ കിടന്നിങ്ങനെ മയങ്ങി. അന്നേരം ആ പൊടിയായിട്ട് ആ കാറ്റിന് പൊടി ആ പെട്ട പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് പൊക്കെ വയ്ക്കും. അതുപോലെ പൊടി പിടിച്ച് കിടക്കുവാണ്. അങ്ങനെ കരഞ്ഞാൽ നേരം വെളുത്ത് വന്നപ്പോഴാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തുടങ്ങിപ്പോയപ്പോഴും ഈ രാധനെ പോലെ ഇരിക്കുന്ന ആളെ ഞാൻ പിന്നെ പെട്ട വളരെ കണ്ടിട്ടില്ല. ഇങ്ങോട്ട് പോയി ഇദ്ദേഹം കൊണ്ട് കളഞ്ഞു വലിയ ഒന്നും എനിക്കറിയില്ല. ഞാൻ പിന്നെ അദ്ദേഹത്തിനെ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ പിന്നെ എൻ്റെ അടുത്ത് ഞാൻ നേരം അറിയുക. ഒരു പാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞ് ആളിനെ പിഴിയാൻ പറഞ്ഞു. ഞാൻ ഈ ആളിനെ അങ്ങനെ പിഴിഞ്ഞ് നോക്കുമ്പോൾ പാല് വരുന്നില്ല. കാരണം ഞാൻ ആളിനെ കണ്ടിട്ടേ ഉള്ളൂ, ഞാൻ ആളിനെ പിഴിഞ്ഞിട്ടില്ല. അങ്ങനെ ദേഷ്യപ്പെട്ട പിന്നെ ഞാൻ പാത്രം വാങ്ങിച്ച് അദ്ദേഹം പിഴിഞ്ഞ് പാല് പിഴിഞ്ഞതിന് അദ്ദേഹത്തിന് കാച്ചി കുടിക്കാൻ വേണ്ടി ഉപസമായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി മാത്രമല്ല, അല്ലാതെ കുട്ടിക്കൊന്നും കൊടുക്കാമെന്ന് തന്നെ. അങ്ങനെ കരഞ്ഞ് ഞാനിത് ഇതൊക്കെ ചെയ്യുക. എന്നെ വിളിക്കണം ദൈവത്തിനെ, എൻ്റെ അള്ളാഹുവില്ല ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുക, എന്നെ ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ 2ാമത്തെ ദിവസം ഇതുപോലെ എൻ്റെ അടുത്ത് പാല് പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ 2ാമത്തെ സമയത്ത് എൻ്റെ പാല് വരുന്നില്ല. അപ്പോൾ എൻ്റെ തലയ്ക്ക് അടിവെച്ച് തരണം ആദ്യമായിട്ട്. അന്നേരം എന്ത് ചെയ്യാനും കരയാനല്ലാതെ വേറെ ഒന്നും പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ അടുത്ത് പറയാനാണ് നമ്മൾ വിളിക്കുന്ന ദൈവങ്ങളെ അള്ളാഹുവിനെല്ലാം വിളിച്ചു കൊടുത്തിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 3ാമത്തെ ദിവസം ഇതുപോലെ തന്നെ കഴിയാൻ പറഞ്ഞ് ഞാൻ പിഴിഞ്ഞ് എന്തായാലും എൻ്റെ പ്രാർത്ഥനയുടെ വലുപ്പം കൊണ്ട് എന്തായാലും പാല് കൊടുത്തി. അങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതിനെ കൊണ്ടുപോകണം, തീറ്റ കൊടുക്കണം. പിന്നെ വെറും അവിടുത്തെ ആളുകളത്തെ കുറിച്ച് ആ മരുഭൂമിയിൽ എവിടെയെങ്കിലും പോയിട്ടുള്ള ആർക്കെങ്കിലും അതിനെപ്പറ്റി അറിയാൻ പറ്റും. അല്ലാതെ നമുക്ക് ആർക്കും അതിനെപ്പറ്റി അറിയാൻ പറ്റും.
ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് 2014 രൂപീകരിച്ച ഹിസയ്ക്ക് വിജയകരമായ 10 വർഷം പൂർത്തിയായിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ച ചരിത്രവും ഹിസയ്ക്കുണ്ട്. ഈ വിദ്യാലയത്തിന്റെ ഉന്നമനത്തിനായി സ്മാർട്ട് ക്ലാസ് റൂം, കോവിഡ് കാലത്തെ ഓൺലൈൻ പഠനത്തിനായി ഹിസ ഹബ്, വിദ്യാർത്ഥികൾക്കായി സ്കൂൾ ബസ്, അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഹിസ ഈ ചുരുങ്ങിയ കാലയളവിൽ ചെയ്തത്. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഈ കാലഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായും മൊബൈൽ സാങ്കേതിക വിദ്യയുമായി, സോഷ്യൽ മീഡിയയുമായി ഓരോ മനുഷ്യനും പിടികിടക്കുകയാണ്. ഇവിടെ ഈ ഈസയുടെ ഇത്തരം ഒരു പരിപാടി ഇവിടെ ആവിഷ്കരിക്കാൻ പൂർവ്വ വിദ്യാർത്ഥികളെ സജ്ജമാക്കിക്കൊണ്ട് ഈ പരിപാടി ആവിഷ്കരിക്കുന്നത് ഇത്രയേറെ മല്ലുപിടിച്ച ഒരു പരിപാടിയാണെന്ന് എനിക്ക് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഒരാൾക്കും ഒരു താല്പര്യവുമില്ല. എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കാൻ ആളുകൾ ക്ഷണിച്ചാൽ തന്നെ അവർ വളരെ വിമുഖത കാട്ടി അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് ഹിസയുടെ 10ാമത് വാർഷികം ഗംഭീരമായി ആഘോഷിക്കാൻ ഇവിടെ പ്രസിഡന്റ് കെ അബ്ദുൽ ഗഫൂർ, അതുപോലെ പുല്ലക്കര സക്കരിയ തുടങ്ങിയവർ അതിനെ ചുക്കാൻ പിടിച്ച് ഇതിന്റെ കർമ്മപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാൻ ഉമ്പായി, തൗഫീഖ്, റഷീദ് സാഹിബ്, ഫൈസൽ, അങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇതിനു മുമ്പിൽ നിന്ന് ഈ പരിപാടിക്ക് വേണ്ടി സമയവും ഊർജവും ചെലവാക്കി ഇവിടെ ഇങ്ങനെ സംവിധാനിക്കുന്ന ഈ അവസരത്തിൽ തീർച്ചയായും ഹിസ എന്ന സംഘടനകൾ കൂടുതൽ സന്തോഷിക്കാൻ വക നൽകുന്ന കാര്യങ്ങളാണ് ഇവിടെ ഈ ത്യാഗപരിശ്രമങ്ങളിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ ഈ സ്കൂൾ അതിന്റെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിയതിൽ ഇസക്ക് വളരെയധികം പങ്കിടുന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി പല തിരക്കുകൾക്കിടയിലും സദ